ഹായ് എവരിവൺ. ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വാട്സപ്പ് ആപ്ലിക്കേഷനിൽ നമ്മൾ ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിന് അങ്ങേറ്റം യൂസ്ഫുൾ ആകുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സിനെ പറ്റിയാണ്. നിങ്ങളൊരു ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിൽ ഈ വീഡിയോ തുടർന്ന് കാണണമെന്നില്ല. ഒരു ഐഫോണിൽ എങ്ങനെ ഈ സെറ്റിങ്സുകൾ അപ്ലൈ ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ ഇതൊരു പുതിയ ചാനലാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതിലൊന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു വോയിസ് മെസ്സേജ് നമുക്ക് ഫോണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് കേട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് സെൻഡർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളത് കേട്ടോ ഇല്ലയോ എന്നുള്ളത്. സോ അത് ആൾക്ക് സെൻഡ് ചെയ്തേക്കുന്ന ആൾക്ക് അത് അറിയാത്ത രീതിയിൽ നമുക്ക് കേൾക്കാനായിട്ട് നമുക്ക് ഈ വോയിസ് മെസ്സേജിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ കാണുന്ന രീതിയിൽ നമുക്ക് വോയിസ് മെസ്സേജ് കേൾക്കാനുള്ളൊരു ഫീച്ചർ എനേബിൾ ആയിട്ട് വരുന്നതാണ്. നമുക്ക് ആ ഒരു പ്ലേ ബട്ടണിൽ നിന്ന് ടാപ്പ് ചെയ്ത് നമുക്ക് വോയിസ് മെസ്സേജ് കേൾക്കാണ്ട് സാധിക്കും. ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സെൻഡർക്ക് നമുക്കത് നോട്ടിഫൈഡ് ആവത്തില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാം ആ ഫോണിൽ ഡെലിവേർഡ് എന്ന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പ്ലേഡും സീനും ഇതിലായിട്ടും അവർക്ക് നോട്ടിഫൈ ആയിട്ടില്ല. പക്ഷേ നമ്മൾ ആ വോയിസ് ഓൾറെഡി കേട്ട് കഴിയുകയും ചെയ്തു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സീക്രട്ടായിട്ട് നമുക്ക് വോയിസ് മെസ്സേജുകളും അതേപോലെ തന്നെ ഈവൻ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജുകളും ഒന്ന് ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എക്സ്പാൻഡായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ അടുത്ത ടിപ്പ്, നമുക്ക് ഒരാൾക്ക് വാട്സപ്പിൽ നിന്ന് മെസ്സേജ് അയക്കാൻ നേരം ആളുടെ നമ്പർ നമ്മൾ സേവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് സെർച്ചിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് ആ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ആൾക്ക് നമുക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാനുള്ളൊരു വിൻഡോ, ചാറ്റ് വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ആളുടെ ഒരു വാട്സപ്പിലേക്ക് നമുക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈവൻ നമുക്കൊരാളൊരു നമ്പർ സേവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു തരികയാണെങ്കിൽ പോലും നമുക്ക് വാട്സപ്പിൽ ഡയറക്റ്റ് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു ഹായ് ഒക്കെ നമുക്ക് പെട്ടെന്ന് അയച്ചിടാൻ പറ്റുന്നതാണ്. അടുത്തൊരു ഫീച്ചർ, നമുക്ക് വാട്സപ്പ് ആപ്ലിക്കേഷനുള്ളിൽ നിന്ന് തന്നെ ടെക്സ്റ്റുകൾ ഡയറക്റ്റായിട്ട് സ്കാൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് ഇൻഫർമേഷൻ അയക്കേണ്ട ആളുടെ ചാറ്റ് ഓപ്പൺ ചെയ്യുക. നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നിടത്ത് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോ ഫിൽ എന്നൊരു ഓപ്ഷൻ വരും. അതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് പാസ്വേഡിന് സൈഡിൽ ഒരു ആരോ കാണാം. അതിൽ പിന്നെയും ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സ്കാൻ ടെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ വരുന്നതാണ്. അതിൽ ടാപ്പ് ചെയ്ത് നമ്മുടെ കീബോർഡിൻ്റെ അവിടെ ഒരു ക്യാമറയുടെ ഒരു ഓപ്ഷൻ ഓണായി വരുന്നതാണ്. പിന്നെ നമുക്ക് സ്കാൻ ചെയ്യേണ്ട ടെക്സ്റ്റ് ഒന്ന് അലൈൻ ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇതേപോലെ വളരെ വളരെ പെട്ടെന്ന് തന്നെ സ്കാൻ ചെയ്ത് ടെക്സ്റ്റ് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കത് നേരെ ഈസി ആയിട്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഈവൻ പാസ്ബുക്ക് അങ്ങനത്തെ പല കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് സ്കാൻ ചെയ്യാണ്ട് ഉപയോഗിക്കാം. അടുത്ത ഒരു സ്മാർട്ട് ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് മെസ്സേജുകൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മെസ്സേജിൽ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന എഡിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ട ചേഞ്ചസ് ടൈപ്പ് ചെയ്തതിന് ശേഷം പിന്നെ സെൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മെസ്സേജ് അയച്ചതിന് ശേഷം ഒരു 15 മിനിറ്റത്തേക്ക് മാത്രമേ നമുക്ക് ഈ ഒരു എഡിറ്റിംഗ് ഫീച്ചർ അവൈലബിൾ ആയിരിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ തെറ്റിപ്പോയ മെസ്സേജുകൾ നേരെ ഡിലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഡിലീറ്റ് ചെയ്യാതെ എഡിറ്റ് ചെയ്തിട്ട് പിന്നെ റീസെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ഫീച്ചർ, ഒരാളുടെ മെസ്സേജിൽ നമ്മൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ മെസ്സേജ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കീവേഡ് ഉപയോഗിച്ച് സെർച്ച് ചെയ്യാതെ നമുക്ക് ആ ഒരു ഡേറ്റും കാര്യങ്ങളും പക്കയായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ആ ഡേറ്റ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ സെർച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് അന്നത്തെ ദിവസത്തെ ഫുള്ള് ചാറ്റുകൾ നമുക്ക് കിട്ടുന്നതാണ്. വേണ്ട ഡേറ്റൊക്കെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നേരെ ജിം ടു ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ അന്നത്തെ ഡേറ്റിലെ മെസ്സേജിലേക്ക് ഡയറക്റ്റ് പോവാം. അടുത്തൊരു പ്രൈവസി ഫീച്ചറാണ്. നമുക്ക് ചാറ്റുകൾ ലോക്ക് ചെയ്യാനായിട്ട് ചാറ്റിൽ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം താഴെ നമുക്ക് ലോക്ക് ചാറ്റ് എന്നൊരു ഓപ്ഷൻ വരുന്നതാണ്. അതിൽ ടാപ്പ് ചെയ്ത് കണ്ടിന്യൂ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചാറ്റുകൾ ലോക്കായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ രീതി നമുക്ക് ലോക്കാകുന്ന ചാറ്റുകൾ താഴേക്കൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് ചാറ്റ് എന്നുള്ള ഓപ്ഷനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് ഐ ഡി ആക്സസ് ചെയ്ത് പിന്നെയും ചാറ്റുകൾ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഈ ചാറ്റ് അൺലോക്ക് ചെയ്യാനായിട്ട് നേരെ ചാറ്റ് ലോങ് പ്രസ് ചെയ്തതിന് ശേഷം അൺലോക്ക് ചാറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് നമുക്ക് ഫേസ് ഐ ഡി ഉപയോഗിച്ച് വീണ്ടും അൺലോക്ക് ചെയ്ത് ഹോം സ്ക്രീനിലേക്ക് ചാറ്റുകൾ വരുത്താവുന്നതാണ്. ഇനി അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട പോലെ തന്നെ എൻ്റെ പേരിൽ തന്നെ, സ്വന്തം പേരിൽ തന്നെ നമുക്കൊരു ചാറ്റ് ബോക്സ് ഇതുപോലെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ട അത്യാവശ്യപ്പെട്ട ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും നമുക്ക് അതിലേക്ക് സെൻഡ് ചെയ്ത് പെട്ടെന്ന് ഇടാനായിട്ട് പറ്റും. അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നേരെ നമ്മുടെ സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് നമ്മുടെ തന്നെ ഫോൺ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ യു എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഒരു ചാറ്റ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഇതിൽ നമുക്ക് എല്ലാ ചാറ്റുകളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ വേണമെങ്കിൽ ഐഫോണിലെ നോട്ട്സ് ആപ്ലിക്കേഷന് പകരം നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ എഫക്റ്റീവായിട്ട് പെട്ടെന്ന് സെൻഡ് ചെയ്തിടാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിലോ മറ്റെന്തെങ്കിലും ചാറ്റുകളിലോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജുകൾ പെട്ടെന്ന് കാണാനായിട്ട് മെസ്സേജ് ലോങ് പ്രസ് ചെയ്തതിന് ശേഷം ഈ കാണുന്നുള്ള സ്റ്റാർ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർഡ് മെസ്സേജിൽ സെപ്പറേറ്റ് നമുക്ക് ഇങ്ങനത്തുള്ള ഇമ്പോർട്ടൻറ്റ് മെസ്സേജുകൾ പെട്ടെന്ന് ക്വിക്കായിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് സ്റ്റാർ ചെയ്ത മെസ്സേജുകൾ കാണാനായിട്ട് സെറ്റിങ്സിലേക്ക് പോയിട്ട് നേരെ സ്റ്റാർഡ് മെസ്സേജ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അതിലൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർ ചെയ്തേക്കുന്ന എല്ലാ മെസ്സേജുകളും നമുക്കിങ്ങനെ കാണാനായിട്ട് പറ്റും. ഇവിടെ ഞാനൊരു വാറണ്ടി കാർഡ് സ്റ്റാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു മെസ്സേജിലേക്ക് പെട്ടെന്ന് പോകാനായിട്ട് ആ മെസ്സേജിൻ്റെ സൈഡിൽ കാണുന്ന ആരോ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ നമുക്ക് ആ ചാറ്റിലേക്ക് നമ്മൾ പോകുന്നതാണ്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ വാറണ്ടി കാർഡ്
ഡൗൺലോഡ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഷെയർ ചെയ്യുകയോ ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ടുകളും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ സേവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഇൻഫർമേഷൻ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഐഫോണിൻ്റെ സ്റ്റോറേജ് ഇഷ്യൂവിനെ പറ്റിയാണ്. നേരെ ഐഫോണിൻ്റെ സ്റ്റോറേജ് ഓപ്ഷനിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും എൻ്റെ ഫോണിൽ വാട്സപ്പാണ് ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത്. അപ്പോൾ ഈ ഒരു സ്റ്റോറേജ് നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാം എന്നാണ് നമുക്ക് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. നേരെ വാട്സപ്പിലേക്ക് നമുക്ക് പോകാം. അവിടെ നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് താഴേക്ക് വരുമ്പോഴത്തേക്കും മാനേജ് സ്റ്റോറേജ് ആൻഡ് ഡേറ്റ എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ നമുക്ക് മാനേജ് സ്റ്റോറേജിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീസെൻ്റായിട്ട് അയച്ചിരിക്കുന്ന ഫയൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഫോർവേഡ് മെസ്സേജസും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ നമുക്ക് വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് മൊത്തമായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. കാരണം ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഐഫോണിൻ്റെ ഗ്യാലറി, നമ്മുടെ ഫോട്ടോസ് ആപ്പിൽ നിന്ന് ഈ ഫോട്ടോസ് ഒന്നും തന്നെ വീഡിയോസ് ഒന്നും തന്നെ ഡിലീറ്റായി പോകുന്നതല്ല. ആ ചാറ്റിനകത്ത് നമുക്ക് ആ ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെക്കുക. അല്ലാത്ത ഇൻഫർമേഷൻസ് എല്ലാം തന്നെ നമുക്ക് കളയാൻ പറ്റും. ഈ രീതിയിൽ നമുക്ക് ഓരോ ചാറ്റുകളിലെയും നമുക്ക് വേണ്ടാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് മൊത്തത്തിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് മെമ്മറി ഒരുപാട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് ചില ചാറ്റുകളിലൊക്കെ ഈ രീതിയിൽ നമുക്ക് ഈ ഗ്യാലറിയിലേക്ക് ഫോട്ടോ സേവ് ആകണ്ടെന്നുണ്ടെങ്കിൽ സെറ്റിങ്സിലേക്ക് പോയിട്ട് സേവ് ടു ഫോട്ടോസ് നമ്മൾ നെവർ കൊടുക്കുകയാണെങ്കിൽ ആ ചാറ്റുകളിലെ ഫോട്ടോസ് ഇത് സേവ് ആകാതെ ഇരിക്കുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചില ചാറ്റുകളിലൊക്കെ ഡിസപ്പിയറിങ് മെസ്സേജ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത മെസ്സേജുകളിൽ നമ്മൾ ഡിസപ്പിയറിങ് മെസ്സേജുകൾ ഇതുപോലെ ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 7 ഡേയ്സിന് ശേഷം ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആകുന്ന പോലെ ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു അറിയാതെ തന്നെ 7 ഡേയ്സ് കഴിയുമ്പോൾ വാട്സപ്പ് തന്നെ ആ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നതാണ്. അങ്ങനെ നമുക്ക് കുറച്ചുകൂടി സ്മാർട്ടായിട്ട് മെമ്മറി സേവ് ചെയ്യാൻ സാധിക്കും. പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോലെ നമുക്ക് ചാറ്റ് ബോക്സിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം കാൽക്കുലേഷൻസൊക്കെ നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ കാൽക്കുലേറ്റർ ആപ്ലിക്കേഷൻ്റെ സഹായം ഇല്ലാതെ തന്നെ വാട്സപ്പിൽ കാൽക്കുലേഷൻ ചെയ്തതിന് ശേഷം ഈസിക്കൽട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ആൻസർ അവിടെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ കാൽക്കുലേഷനൊക്കെ എവിടെയെങ്കിലും ചെയ്ത് ഒന്ന് അയക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പെട്ടെന്ന് വേണമെങ്കിൽ ചാറ്റിനകത്ത് തന്നെ നമുക്ക് ചെയ്ത് അയക്കാവുന്നതാണ്. അതിനുവേണ്ടി വേറെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമുക്ക് കുറച്ച് പ്രൈവസി ഫീച്ചേഴ്സ് നോക്കാം. നമുക്ക് നേരെ സെറ്റിങ്സിലേക്ക് പോയിട്ട് പ്രൈവസിയിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ ആർക്കൊക്കെ കാണണം എന്നുള്ള രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ കോൺടാക്റ്റിന് കാണണം, അല്ലെങ്കിൽ എല്ലാവർക്കും കാണണം, അങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് പോലും നമുക്ക് എത്ര പേർക്ക് കാണണം, ആർക്കൊക്കെ കാണാതിരിക്കണം, ആ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് അവിടുന്ന് കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ റീഡ് റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. ഇത് ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്ന ബ്ലൂടിക്ക് വരുന്ന നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് അവിടുന്ന് താഴേക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ആപ്പ് ലോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. നമുക്ക് ഫേസ് ഐ ഡി ഉപയോഗിച്ച് വാട്സപ്പിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ആപ്ലിക്കേഷൻ നമുക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഐഫോണിൽ ആപ്പ് ലോക്ക് അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ വേണമെങ്കിൽ വാട്സാപ്പ് ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കുറച്ചെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ഐഫോൺ ടിപ്സിനായിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.